നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെന്ന് പറയാൻ പോകുന്നത് മിനിഞ്ഞാന്ന് രാത്രി OTT റിലീസ് ചെയ്ത സിനിമയുടെ വിശേഷമാണ്. സിനിമയുടെ പേര് സംശയം. 2 മണിക്കൂർ 5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള സിനിമ. ഷറഫുദ്ദീൻ, വിനയ് ഫോർട്ട്, പ്രിയംവദ, ലിജോ മോൾ, പിന്നെ സിദ്ദിഖ് ഇവരൊക്കെയാണ് ഇതിനകത്ത് മെയിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. രാജേഷ് രവിയാണ് കഥാ, തിരക്കഥാ, സംഭാഷണ, സംവിധാനം എല്ലാം നിർവഹിച്ചിരിക്കുന്നത്. പിന്നെ ഹിഷാം അബ്ദുൽ വഹാബാണ് ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സിനിമ എങ്ങനെയുണ്ടായിരുന്നു വെച്ചാൽ, സിനിമ എന്നെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ടു. സിനിമയിലെ ഒരു പ്ലോട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ടച്ച് ചെയ്യുന്നത്. സാധാരണ സിനിമകളുടെ റിവ്യൂ പറയുമ്പോൾ ഇത് ക്ലീഷായി നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു കാര്യവും പറയാൻ പറ്റാത്ത ഒരു സിനിമയാണ്. കാരണം ഈ ഒരു ഏരിയ, ഈ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു പ്ലോട്ട് നമ്മൾ ഒരിടത്തും കേട്ടിട്ടുമില്ല. വളരെ മനോഹരമായിട്ട് രീതിയിൽ അത് എടുത്തിട്ടുണ്ട്. പക്ഷെ കുറെ കൂടി നന്നാക്കാമായിരുന്ന ഒരു പ്ലോട്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം സാധാരണ സിനിമ എടുക്കുമ്പോൾ സംവിധായകരും എല്ലാവരും നോർമലി ആളുകളെ പിടിച്ചെടുത്താനായിട്ട് കുറച്ച് കോമഡിയിലാണ് ഈ സബ്ജക്ട് പറഞ്ഞു പോകാറ്. എല്ലാ സിനിമകളും അങ്ങനെ പറഞ്ഞാൽ ആളുകൾ ഇരിക്കുമെന്നുള്ളൊരു ഇതാണ്. ആ രീതി തന്നെയാണ്, ആ ഒരു ടെംപ്ലേറ്റാണ് ഈ സിനിമയെ പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സിനിമയിൽ വളരെ സെൻസിറ്റീവ് ആയിട്ട് അറ്റ്ലീസ്റ്റ് കല്യാണം കഴിഞ്ഞവർക്കെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മൊമെന്റ്സ് ഉണ്ട്. വളരെ ഇന്റൻസ് ആയിട്ട് നമുക്ക് പേഴ്സണലി ഇമോഷണലി കണക്ട് ആവുന്ന ഒരു ഏരിയ. ആ ഏരിയ കുറച്ച് വളരെ കുറഞ്ഞു പോയ പോലെ തോന്നി. ആ ഏരിയ കുറച്ചുകൂടെ കൂട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ സൂപ്പർ ആയനെ എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ്. അതിന്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പെർഫോമൻസസ് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആരുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വിനയ് ഫോർട്ടിന്റെ പെർഫോമൻസ് ആണ്. ഒരു വെപ്പ് പല്ലൊക്കെ വെച്ചിട്ട് പുള്ളി തുടക്കത്തിലെ മുതൽ നമ്മൾ ചിരിപ്പിക്കുന്നുണ്ട്. നല്ല രസമായിട്ട് നാച്ചുറലായിട്ട് പുള്ളി പല പല വേഷങ്ങളെല്ലാം നല്ല രസമായിട്ട് കൈകാര്യം ചെയ്തു. പിന്നെ എടുത്ത് പറയുന്നത് ലിജോമോളുടെ ആക്ടിങ്, ക്ലീൻ ആക്ടിങ് ആണ്, ഒന്നും പറയാനില്ല. ലിജോമോൾ ഒപ്പത്തിനൊപ്പം നമ്മുടെ വിനയ് ഫോർട്ടിന്റെ ഒപ്പം പിടിച്ചെന്നു. പിന്നെ ഷറഫ് വരണന് മുന്നേ ഒരു 20-25 മിനിറ്റ് പടം ഒന്ന് ഇത്തിരി ഇരുന്നപ്പോഴാണ് ഷറഫിന്റെ എൻട്രി. ഷറഫിന്റെ കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടല്ലോ, നല്ല രസമായിട്ട് ഷറഫ് ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയി ടുവേർഡ്സ് എൻഡ് വരെ. പിന്നെ പ്രിയംവദ വളരെ മനോഹരമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ റോൾ വളരെ മനോഹരമായിട്ട് അവർ ചെയ്തു. സിദ്ദിഖ് കുറച്ച് നേരം ഉള്ളൂ, പക്ഷെ നല്ല രസമുള്ള ഒരു ഫാദർ ആയിരുന്നു. നല്ല രസമായിട്ട് ആ റോൾ കൈകാര്യം ചെയ്തവരാണ് എനിക്ക് തോന്നിയത്. ഇതൊരു സംശയത്തിന്റെ കഥയാണ്. ഇതൊരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു സംശയം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു സംശയം വരുവാണ്. അപ്പോൾ ആ സംശയം ഭർത്താവിനോട് പറയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സംശയം വളരെ സീരിയസ് ആവുന്നു. ആ സംശയത്തിന്റെ പിറകെ ഇവർ നടന്ന് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ അവരുടെ ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമ കാണിക്കുന്നത്. ആ സംശയം എന്താണെന്ന് എനിക്ക് പറയാൻ വേണമെങ്കിൽ അതിന്റെ സ്പോയിലറൊന്നുമല്ല. പക്ഷെ നിങ്ങൾ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് ഈ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ ആ ഒരു സംശയത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെന്റ് ഞാനായിട്ട് നശിപ്പിക്കേണ്ട. അതുകൊണ്ട് ഞാൻ ആ സംശയം എന്താണെന്ന് പറയുന്നില്ല. ഇതാണ് ഇതിൻ്റെ അകത്തൊരു പ്ലോട്ട്. കുഞ്ഞികൃഷ്ണൻ, നമ്മുടെ എന്നാതാൻ കേസ് കോഡ് എന്ന സിനിമയിലെ കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ മനോഹരമായിരുന്നു. വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഫാദറിന്റെ റോൾ നല്ല രസമായിട്ട് ചെയ്തു. മ്യൂസിക് ആണെങ്കിലും ഇതിന്റെ സിനിമയോട് ലയിച്ചിരിക്കുന്ന ടൈപ്പ് ഒരു മ്യൂസിക്കാണ്. സോ എനിക്ക് ഒരു അഭിപ്രായം മാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നാക്കുമായിരുന്ന ഒരു സ്ക്രിപ്റ്റ് പ്ലോട്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷേ സേഫ് സോണിൽ വന്ന് ലാൻഡ് ചെയ്യുന്ന ഒരു സിനിമ. ടുവേർഡ്സ് ഇന്റൻസ് ആയിട്ടുള്ള മൊമെന്റ്സും ഇമോഷണൽ ആയതെല്ലാം കണക്ട് ചെയ്തതിന് ശേഷവും കുറച്ച് രസകരമായ ഭാഗങ്ങളിലൂടെ ഇതിന്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ എങ്ങനെയാണ് ഇത് ഉണ്ടായതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട, അല്ലെങ്കിൽ കാണാവുന്ന ഒരു രസമായിട്ട് ചെറിയ തമാശകളൊക്കെ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു കൊച്ചു മനോഹര ചിത്രം തന്നെയാണ് സംശയം. അപ്പോൾ കണ്ടു നോക്കൂ. കന്നഡ വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.